നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാനായിട്ട്. നമ്മൾ ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് ചിത്രങ്ങൾ വരയ്ക്കാറുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഞാനും ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ഒരുപാട് കാലം ഒരുപാട് ചിത്രങ്ങൾ വരച്ചിരുന്നത്. പക്ഷേ ഈ അടുത്ത് ഞാൻ ചാർക്കോളിലേക്ക് മാറി. അതിൽ പ്രധാനപ്പെട്ട ഒരു റീസൺ ആയിരുന്നു ഗ്രാഫൈറ്റ് പെൻസിൽ യൂസ് ചെയ്യുമ്പോഴുള്ള ഗ്ലേസിങ്. ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഒരുപാട് ഗ്ലേസിംഗ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ചിത്രം കംപ്ലീറ്റ് ആക്കുമ്പോൾ അത് അത്ര അടിപൊളിയായിട്ട് നമുക്ക് തോന്നില്ല. അതുപോലെ തന്നെ ഫ്രെയിം ഇട്ട് ചവരിലൊക്കെ തൂക്കുമ്പോൾ പല ആംഗിളിൽ നിന്നും ഗ്ലേസിങ് അടിക്കാൻ നമുക്ക് കാണാനൊക്കെ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചാർക്കോളിലേക്ക് മാറിയത്. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഗ്രാഫൈറ്റ് പെൻസിൽ തന്നെ ഗ്ലേസിംഗ് ഇല്ലാത്ത മാറ്റ് ഫിനിഷ് പെൻസിൽ വന്നാൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ അടുത്ത ഷോപ്പിൽ പോയപ്പോഴാണ് ഇത് അവിടെ ഇരിക്കുന്നു ഫേബർ കാസ്റ്റലിൻ്റെ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള പെൻസിൽസ്. അത് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ റേറ്റ് എന്താണ്, അവർ പറയുന്ന അത്രയും ക്വാളിറ്റി അതിനുണ്ടോ, അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ചാനലിൽ പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒരു ആർട്ട് ചാനലാണ്. നമ്മളിപ്പോൾ ബുധനാഴ്ചകളിൽ പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ ക്ലാസ്സസും അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെ ക്ലാസ്സുമാണ് നമ്മുടെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ സൺഡേയ്സ് ഞായറാഴ്ചകളിൽ ഇതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള ആർട്ട് റിലേറ്റഡ് വീഡിയോസും ചെയ്യുന്നുണ്ട്. നമസ്കാരം, എൻ്റെ പേര് സച്ചിൻ. ഐ ആം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം. അപ്പോൾ ഈ കാണുന്നതാണ് പ്രൊഡക്റ്റ്. ഫേബർ കാസ്റ്റലിൻ്റെ പിറ്റ് ഗ്രാഫൈറ്റ് മാറ്റ് എന്നാണ് ഈ ഒരു പെൻസിലിൻ്റെ പേര്. ഇവിടെ നിങ്ങൾക്കിത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് 11 പെൻസിൽസ് ആണെന്നാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ വേറെ എന്തൊക്കെ ഭാഷയിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഇതിൽ എഴുതിയിരിക്കുന്നത് എക്സ്ട്രീംലി മാറ്റ് ഗ്രാഫൈറ്റ് പെൻസിൽ ഓഫ് സുപ്രീം ആർട്ടിസ്റ്റ് ക്വാളിറ്റി ഉള്ള എക്സ്ട്രീം മാറ്റ് ആയിട്ടുള്ള ഗ്രാഫൈറ്റ് പെൻസിലാണെന്ന് പറയുന്നത്. പേപ്പറുള്ള റിഫ്ലക്ഷൻ കുറയ്ക്കുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഐഡിയൽ ഫോർ റൈറ്റിംഗ്, ഡ്രോയിങ് ആൻഡ് സ്കെച്ചിങ്, എക്സ്ട്രാ ബ്രേക്ക് റെസിസ്റ്റൻസ്, എൻവറോൺമെന്റ് ഫ്രണ്ട്ലി, വാട്ടർ ബേസ്ഡ് വാർണിഷ്, മറ്റൊന്ന് മറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് സത്യാവസ്ഥ അറിയാം. പക്ഷേ അതിനൊക്കെ മുമ്പ് ഇതിൻ്റെ അകത്ത് വരുന്നത് HB പെൻസിൽ വരുന്നുണ്ട്, 2B വരുന്നുണ്ട്, 4B വരുന്നുണ്ട്, 6B, 8B, 10B, 12B, 14B. നോർമലി നമ്മൾ ഇത്തരത്തിൽ പാക്കറ്റ് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ അകത്ത് മാക്സിമം പോയാൽ 10B വരെയുള്ള പെൻസിലേ വരാറുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് 10B ഉണ്ട്, 12B, 14B ഉണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് എങ്ങനെയുണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതുകൂടാതെ ഇതിൻ്റെ അകത്ത് വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്. റേറ്റ് ഞാൻ പറഞ്ഞുതരാം. റേറ്റ് ഇതിൽ വരുന്നത് 1500 രൂപയാണ് MRP വരുന്നത് ഈ ഒരു പെൻസിൽ സെറ്റിൻ്റെ. ഇത് മെറ്റാലിക് ബോക്സ് ആണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇത് ഞാൻ നേരത്തെ അൺബോക്സ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി റിയൽ ടൈമിൽ അൺബോക്സ് ചെയ്ത് എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവരുടെ എന്തൊക്കെയോ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പെൻസിൽസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള റൈറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞ പോലെ HB ഉണ്ട്, 2B ഉണ്ട്, 4B ഉണ്ട്, 6B ഉണ്ട്, 8B ഉണ്ട്, 10B ഉണ്ട്, 12B ഉണ്ട്, 14B ഉണ്ട്. അത് കൂടാതെ ഒരു ബ്ലെൻഡിങ് സ്റ്റമ്പ് നമുക്ക് തന്നിട്ടുണ്ട്. അത് ഫേബർ കാസ്റ്റൽ ബ്രാൻഡിൻ്റെ തന്നെയാണ്. പിന്നൊരു ഷാർപ്നർ അത് തന്നിട്ടുണ്ട്. പിന്നൊരു ഇറേസറും തന്നിട്ടുണ്ട്. അതും ഫേബർ കാസ്റ്റലിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ബെഞ്ച് മാർക്ക് വേണമല്ലോ. എന്നാൽ മാത്രമല്ലേ നല്ലതാണ് ചീത്തയാണോ അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് എങ്കിലും നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ അതിനായിട്ട് ഞാൻ ഫേബർ കാസ്റ്റലിൻ്റെ തന്നെ നോർമൽ ഗ്രാഫൈറ്റ് പെൻസിൽ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് 9000 ആർട്ട് സെറ്റ് എന്നാണ്. ഇതിൻ്റെ അകത്ത് 2H മുതൽ 8B വരെയുള്ള പെൻസിൽസാണ് ഉള്ളത്. അപ്പോൾ നോർമൽ ഗ്രാഫൈറ്റ് പെൻസിൽ വെച്ച് നമുക്ക് വരയ്ക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ മാറ്റ് ഗ്രാഫൈറ്റ് പെൻസിൽ വെച്ച് വരയ്ക്കുമ്പോഴും എന്താണ് ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ള ഒരു നോർമൽ ഡ്രോയിങ് പേപ്പറാണ്. അതിൽ നമുക്ക് നമ്മുടെ നോർമൽ ഫേബർ കാസ്റ്റലിൻ്റെ തന്നെ നോർമൽ ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഒന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ 2H ആണ് എടുത്തിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തത് H എടുക്കുന്നുണ്ട്. എനിക്കറിയാം നിങ്ങൾക്ക് ഈ പരിപാടി കാണുന്നത് ബോറടിയാണ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് കാണിക്കാം. അങ്ങനെ ഞാൻ ഇത് ഫേബർ കാസ്റ്റലിൻ്റെ നോർമൽ ഗ്രാഫൈറ്റ് പെൻസിൽ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ. അതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് 800 രൂപയാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 12 പെൻസിൽസാണ് ആ നോർമൽ സെറ്റിലുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മാറ്റ് ഗ്രാഫൈറ്റ് പെൻസിൽസ് എടുക്കാം. പിറ്റ് ഗ്രാഫൈറ്റ് മാറ്റ് ഫേബർ കാസ്റ്റലിൻ്റെ. അപ്പോൾ ആദ്യം ഇതിൻ്റെ അകത്ത് 1, 2, 3, 4, 5, 6, 7, 8 പെൻസിൽസ് മാത്രമേ ഉള്ളൂ. ഇതിലേറ്റവും ലൈറ്റ് ഷെയ്ഡ് വരുന്ന HB തന്നെയാണ്. അപ്പോൾ HB പെൻസിൽ നമുക്കൊന്ന് ഈ HBയുടെ താഴെ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ നോർമൽ HBനേക്കാളും ഒരു
ഷെയ്ഡ് ഡാർക്കറാണ് ഈ മാറ്റ് HB. അതുപോലെ തന്നെ ഡിഫറൻസ് ഉണ്ട്, എന്തോ ചെയ്യുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നമുക്ക് 2B ടെസ്റ്റ് ചെയ്ത് നോക്കാം. 2Bയും ഒരു ഷെയ്ഡ് ഡാർക്കറാണ്. ചെറിയൊരു ചാർക്കോൾ പെൻസിലിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. പക്ഷേ അത്രയും കട്ടിയല്ല, ഇത്തിരി സോഫ്റ്റായിട്ടാണ് തോന്നുന്നത്. 4B. അടുത്തത് 6B. പിന്നെ നമുക്ക് 8B വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും നോർമലാണ്, നോർമൽ പെൻസിൽസാണ്. ഇതാട്ടോ മാറ്റ്. 8B കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റേ സെറ്റിലില്ലാത്ത 10B നമുക്കുണ്ട്. 10B ഇവിടെയായിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 10B കൊള്ളാം. 10B നല്ല ഡാർക്കായിട്ട് വരുന്നുണ്ട്. പക്ഷേ ആ ടോൺ ഉണ്ടല്ലോ, ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ടോൺ ഈവൻ അല്ല, ചെറുതായിട്ട് ഡിഫറൻസ് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. 12B. ചാർക്കോൾ പെൻസിൽ പോലെ ഒരുപാടങ്ങ് പൊടിഞ്ഞൊന്നും പോകുന്നില്ല. പക്ഷേ ഫീല് ചാർക്കോൾ പെൻസിൽ ചെയ്യുന്ന ഏകദേശം സിമിലർ ഫീലാണ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. 14B. യെസ്. അപ്പോൾ ഇതാണ് അതിൻ്റെ റിസൾട്ട്. ഞാൻ ഒന്ന് ഡീകോഡ് ചെയ്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഗ്ലേസിങ്ങിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇവിടെ കണ്ടോ, ഈ ഭാഗങ്ങളിൽ നല്ല രീതിയിൽ ഗ്ലേസിങ് അടിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ഗ്ലേസിങ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗ്ലേസിങ് ഇല്ല, എന്നാലും ചെറുതായിട്ട് ഗ്ലേസിങ്. പക്ഷേ ഇവിടെ കണ്ടോ, ഇവിടെ ഫുള്ള് വൈറ്റ് പോലെ തോന്നുന്നത് ഗ്ലേസിങ് അടിക്കുമ്പോൾ. ഇവിടെ അത്രയും ഗ്ലേസിങ് ഇല്ല. അപ്പോൾ പെർഫെക്റ്റ് മാറ്റാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചാർക്കോളിൻ്റെ അത്രയും പെർഫെക്റ്റ് മാറ്റമൊന്നുമല്ല. ഒരു പൊടിക്കൊരു ഗ്ലേസിങ് ഉണ്ട്. പിന്നെ കളേഴ്സ് എങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 8Bയും ഇവിടുത്തെ 8Bയും തമ്മിൽ ഏകദേശം സിമിലറാണ്. പക്ഷേ ഈ 10B മുതൽ 14B വരെയുള്ള റേഞ്ച് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത്രയും പ്രതീക്ഷയൊന്നും വെക്കണ്ട. 10B മുതൽ 14 വരെ വലിയ ഡിഫറൻസ് ഇല്ല. ഞാൻ ഒന്നും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ, ഞാൻ എൻ്റെ മണ്ടത്തിലാണോ നോക്കണമല്ലോ. ഇതാണിപ്പോൾ 10B. അതിനോട് ചേർന്ന് തന്നെ ഞാൻ 14Bയും ചെയ്യാം. കണ്ടോ, എൻ്റെ മണ്ടത്തരമല്ല. 10Bയും 14Bയും ഏകദേശം ആ ഒരു സിമിലർ പോലെ ഒരു ഫീലുണ്ട്. ഇതിന് ഒരു പൊടിക്ക് ഇനി നിർബന്ധിച്ച് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പൊടിക്ക് ബ്ലാക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഗ്ലേസിങ്ങിന് കുറവുണ്ട് കേട്ടോ, അത് കൊള്ളാം, ഈ സംഭവം കൊള്ളാം. ഇതിൻ്റെ ഫൈനൽ വെർഡിക്റ്റ് പറയും മുമ്പ് നമുക്ക് ഈ ബ്ലെൻഡിങ് സ്റ്റമ്പും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എത്രത്തോളം ബ്ലെൻഡിങ് ഉണ്ട് എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ നോർമലിൻ്റെ ബ്ലെൻഡിങ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി നമ്മുടെ മാറ്റിൻ്റെ ബ്ലെൻഡിങ് ഒന്ന് നോക്കാം. മാറ്റ് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു പിടുത്തം കിട്ടുന്നുണ്ട്, കണ്ടോ. നോർമൽ ഗ്രാഫൈറ്റ് ബ്ലെൻഡ് ചെയ്യുന്ന പോലെയല്ല മാറ്റിൻ്റെ ബ്ലെൻഡിങ് വരുന്നത്. ചെറിയൊരു പിടുത്തം, ബ്ലെൻഡ് ചെയ്യാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുള്ള പോലെ. അതങ്ങ് ബ്ലെൻഡ് ആവുന്നില്ല ആക്ച്വലി. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, അത് നല്ല രീതിയിൽ ബ്ലെൻഡിങ്ങിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ബ്ലെൻഡിങ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് നോർമൽ ഗ്രാഫൈറ്റ് പെൻസിലാണ്. പെട്ടെന്ന് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതിലെനിക്ക് തോന്നുന്നു ഇതിൽ ആഡ് ചെയ്ത കോമ്പോണൻസ്, ആ ലെഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചെയ്ത കോമ്പോണൻസ് എന്തോ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പെൻസിൽ ചെയ്യുമ്പോഴും ചെറിയൊരു ഫീൽ ഡിഫറൻസ് ഒക്കെ തോന്നുന്നുണ്ട്. പിന്നെ എന്തായാലും ഇറേസർ കിട്ടിയതല്ലേ, ഇറേസറും കൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇറേസർ അൺബോക്സ് ചെയ്യാം. ഇറേസർ ഉപയോഗിച്ച് ആദ്യം നോർമൽ ഗ്രാഫൈറ്റ് ഒന്ന് ഇറേസ് ചെയ്ത് നോക്കാം. കൊള്ളാം. നമ്മുടെ നോർമൽ സാധാ വാങ്ങുന്ന ഇറേസർ ഉണ്ടല്ലോ, അതിനേക്കാളും ബെറ്ററായിട്ട് തോന്നുന്നുണ്ട്. നമ്മുടെ മാറ്റ് ഇറേസ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ 8Bയും മാറ്റിൻ്റെ 8Bയും ഇറേസിങ് പ്രോപ്പർട്ടി സിമിലറാണ്, വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല അതിൻ്റെ അകത്ത്. പക്ഷേ യൂസ് ചെയ്യുന്ന സമയത്തുള്ള ഡിഫറൻസും ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ടോട്ടലി തോന്നിയത്. ഇനി ഫൈനൽ വേർഡിക്റ്റ് പറയാം. 1500 രൂപയുടെ സെറ്റാണ് നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ കയ്യിലിരിക്കുന്നത്. 11 പെൻസിൽസാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു മേജർ ഇമ്പ്രൂവ്മെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മേജർ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ ഗ്രാഫൈറ്റ് പെൻസിലിനേക്കാളും ചെറുതായിട്ടൊന്ന് ഗ്ലേസിങ് കുറഞ്ഞ് കിട്ടും എന്നുള്ളതാണ് മേജർ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് 10B 12B 14B ഈ 3 പെൻസിൽ എക്സ്ട്രാ ഉണ്ട്. 10B മിക്കവാറും ഒരുപാട് സെറ്റിലൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല കേട്ടോ. മാക്സിമം 8B വരെ അവർ മിനിമലായിട്ട് ചുരുക്കുന്നുണ്ട്. എന്താ റീസണൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഇതിൽ 10B ഉള്ളത് അഡ്വാൻറ്റേജ് ആണ്. 12B ഉണ്ട്, 14B ഉണ്ട്,
പക്ഷേ അത് യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളിവിടെ കണ്ടല്ലോ 10B 12B 14B ഏകദേശം സെയിം പോലെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഫൈനലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വാങ്ങണോ വേണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഇത് ഇൻഡസ്ട്രിയിൽ പുതിയ വന്നിട്ടുള്ള മെറ്റീരിയലൊന്നുമല്ല. യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ പുറം രാജ്യങ്ങളുള്ളവരൊക്കെ ഒരു വർഷത്തിന് മുമ്പൊക്കെ ഇതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഇപ്പോഴാണ് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ചാനലിൽ ജെനുവിനായിട്ടുള്ള വീഡിയോസ് തരുന്നതുകൊണ്ട് മാത്രം നമ്മുടെ സിനിമ റിവ്യൂ ഇടുന്ന പോലെ പൊക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഓപ്പണായിട്ട് കാര്യം പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് കയ്യിൽ പൈസയൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. യൂസ്ഫുൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ പറയാത്ത എക്സ്ട്രാ പോയിൻ്റൊക്കെ ഇതിൻ്റെ അകത്ത് ആഡ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.